ഇവര് എല്ലാരും ഉറങ്ങിക്കിടന്ന സമയത്ത് ആരെങ്കിലും ഒപ്പം ചുറ്റിക്കറങ്ങാൻ പോയതാണെങ്കിലോ, എന്നിട്ട് മടങ്ങി വന്നാണെങ്കിലോ? അങ്ങനെയാണെങ്കിലേ ഇവളെ ഉടനെ വിശേഷം അറിയിക്കും. മിണ്ടരുത്. ഇനി കൂടുതൽ സംസാരിച്ചാ നടന്നത് എന്താണെന്ന് നിങ്ങളൊക്കെ അറിയും. അത് ഞാൻ തെളിയിക്കും, പോലീസിന്റെ സഹായത്തോടെ. ഏട്ടന്റെ കയ്യിൽ കോടികളുണ്ടല്ലോ, അതിന്ന് കുറച്ച് കൊടുത്താൽ മതി. പിന്നെ പോലീസിനെ കൊണ്ട് കാര്യങ്ങൾ വളച്ചൊടിപ്പിക്കാൻ നിസ്സാരവാ. എന്റെ ഭാര്യയെക്കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ കടിച്ചു തൂങ്ങാന്ന് നീ കരുതരുത്. ഇല്ല, കടിച്ചു തൂങ്ങുന്നില്ല. ഞാൻ എന്റെ പാട് നോക്കി പോയേക്കാം. പക്ഷേ ഒരു കാര്യം താൻ ഓർത്തോ, പണത്തിന് വേണ്ടി മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഇവരുണ്ടല്ലോ, നിങ്ങൾ ഒരുപാട് കരയിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം അന്യന്റെ കുഞ്ഞിനെ കൊണ്ട് ഇവർ അച്ഛാന്ന് വിളിപ്പിക്കാൻ ചെയ്യും. നിർത്തടാ. ഇന്ന് വരെ കൈ നിവർത്തി ഞാൻ അടിച്ചിട്ടുള്ളത് ഒരുത്തനെ മാത്ര, നിന്റെ അമ്മാവന്റെ മോനെ. ഇനി രണ്ടാമതെനിക്ക് കൈവെക്കേണ്ടി വരുന്നത് നിന്റെ കാരണത്താവരുത്. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. നീ ഇവനെ തല്ലുപൊടി. ഇപ്പൊ പറഞ്ഞതുപോലെ ഇവൻ പറഞ്ഞു നോക്കട്ടെ, എങ്കിൽ ഉറപ്പായിട്ടും ഇവന്റെ കാരണത്ത് എന്റെ കൈയുടെ പാടുണ്ടാവും. നിങ്ങൾ അനുഭവിക്കണോ? ജീവിതം ജീവിച്ചു തീർക്കാൻ ഒരുപാട് പാടുപെടും. ഇവര് കാരണം മനസ്സ് നൊന്ന് കരയുന്ന, നീറി നീറി കഴിയുന്ന നിങ്ങളെ ഞങ്ങൾ എല്ലാവരും കാണും. അന്നേ സഹോദരങ്ങളുടെ അമ്മയുടെ വില തനിക്ക് മനസ്സിലാവും. തല്ലൂന്ന് പറയാതെ താനവനെ തല്ലാതിരുന്നത് വലിയ തെറ്റായിപ്പോയി. ഒരു കുടുംബം തല്ലി പിരിച്ചപ്പോ അനിയനെയും ചേട്ടനെയും തമ്മിൽ അകറ്റിയപ്പോ നിനക്ക് സമാധാനമായില്ലേ? ഇനി ഓരോന്ന് ഓതി കൊടുക്ക, എന്നിട്ട് ഞങ്ങളെല്ലാം പുറത്താക്ക്. എന്നിട്ട് ഈ വലിയ വീടിനകത്ത് നിങ്ങളും ഏട്ടനും കൂടെ ജീവിക്ക്. അങ്ങനെ ജീവിക്കുമ്പോഴും നിങ്ങൾ രണ്ടാളും മാത്രമേ എന്നും ഉണ്ടാവുള്ളൂ. നിനക്ക് ലാളിക്കാൻ ഇവന്റേതെന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് ഈ ജന്മം ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി അഥവാ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉണ്ണി പറഞ്ഞതുപോലെ ഒരു കുഞ്ഞായിരിക്കും. അമ്മയായി പോയി, അതുകൊണ്ട് എനിക്കിതിന് മറുപടി പറയാൻ പറ്റുന്നില്ല. അതെ, പറയടാ, പറ. നോക്കിക്കോ നീ, ഒരു ദിവസം ദേ ഇവളും ഇവളുടെ ജാരനും കൂടെ നിന്നെ ഇതിനകത്തിട്ട് കത്തിക്കും, ഈ വീട് ഉൾപ്പെടെ. അതാ നിന്റെ കുടുംബ ജീവിതത്തിന്റെ കലാശക്കൊട്ട്. ഇനി താൻ സങ്കടപ്പെടണ്ട. അഹങ്കാരം കൊണ്ട് നിലത്തിക്കാൻ കഴിയാത്തവര് അവരുടെ പാട്ടിന് പോട്ടെ. ഇനിയിപ്പോ ഒരുത്ത ഇവിടെ നിന്ന് എന്നെ വേദനിപ്പിച്ചിട്ട് പോയല്ലോ, അതിനുള്ള ശിക്ഷ അവന് കിട്ടിക്കോളും. കാരണം ഇന്ന് ഈ നിമിഷം വരെ ജീവിക്കാൻ അവൻ പാടുപെട്ടിട്ടില്ല. അവന്റെ ആവശ്യങ്ങൾക്ക് ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടി വന്നിട്ടില്ല. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തവനാ ഞാൻ.